മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ സമ്മാനിച്ച അമ്മ ശാന്തകുമാരി അല്പം മുമ്പാണ് വിടവാങ്ങിയത്. കൊച്ചിയിലെ എളമക്കരയിൽ വച്ചായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗം. 90 വയസ്സായിരുന്നു. ലാലു എന്നാണ് മോഹൻലാലിനെ അമ്മ വിളിക്കാറുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണക്കാലത്ത് മാതൃഭൂമിക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ്. ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തല ഒന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടി തന്നതുപോലെ ഞാൻ അമ്മയ്ക്ക് ഉരുള നൽകും. ഞാനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ? ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാവുന്നത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ഞാനതിൽ എന്നെ കാണുന്നു, മനുഷ്യജീവിതം കാണുന്നു. ലാൽ ഇങ്ങനെയായിരുന്നു എഴുതിയത്. അതേസമയം മോഹൻലാലിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗൃഹലക്ഷ്മി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ശാന്തകുമാരി അമ്മ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാനായി വീടിന്റെ പടിയിറങ്ങുമ്പോൾ അത് ഒരുപാട് സിനിമകളിലേക്കുള്ള യാത്രകളുടെ തുടക്കമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ എനിക്കൊപ്പം ഉണ്ടാകാറുണ്ട്. ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ, കേൾക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ, ശാന്തകുമാരി അമ്മ പറഞ്ഞു. അതേസമയം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടം അറിഞ്ഞ് മോഹൻലാൽ ആദ്യം സന്ദർശിച്ചത് എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന അമ്മയെയാണ്. എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരി അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത്. മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി ലാൽ സംസാരിച്ചിട്ടുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾ എറണാകുളത്തായിരിക്കുമോ തിരുവനന്തപുരത്തായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മരണവിവരം പറഞ്ഞ് ചലച്ചിത്ര മേഖലയിലുള്ള സഹപ്രവർത്തകർ എളമക്കരയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞത് അമ്മയ്ക്കൊപ്പം പുരസ്കാരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നായിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും ആ മകൻ അമ്മയെ കാണാൻ ഓടിയെത്തുമായിരുന്നു. എത്ര തിരക്കിനിടയിലായാലും മോഹൻലാൽ അമ്മയെ കാണാൻ ആ വീട്ടിലേക്ക് വന്നിരുന്നു. അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും മരണശേഷം ആ മകന് എല്ലാമായി മാറുകയായിരുന്നു ശാന്തകുമാരി അമ്മ. എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനായി നിരവധി മേഖലയിലുള്ളവരാണ് ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.